പ്രകൃതിയും സഹജീവികളും നൂറ്റാണ്ടുകളായി കേരളക്കരയിലേക്ക് നടത്തിപ്പോരുന്ന അത്ഭുതകരമായ യാത്രയിൽ നിന്നാകട്ടെ തുടക്കം. ഈ യാത്ര എങ്ങോട്ടാണ്? ആർത്തുങ്കൽ ദേശത്തെ കടലോരത്ത് താജ്മഹൽ പോലൊരു ദേവാലയം, അവിടെ നിത്യം വിളങ്ങും വെളുത്തച്ഛനും. ആർത്തുങ്കൽ ദേശത്തെ കടലോരത്ത് താജ്മഹൽ പോലൊരു ദേവാലയം. വിശ്വപ്രസിദ്ധമായ അർത്തുങ്കൽ ദേവാലയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്മസ് കാലത്തിൻ്റെ പൊൻപുലരികൾക്ക് ശേഷം കേരള ക്രൈസ്തവ ലോകം ഏറെ താല്പര്യത്തോടെ ഉറ്റുനോക്കുന്ന സുന്ദര സുദിനങ്ങളാണ് ജനുവരി മാസത്തിൽ അർത്തുങ്കൽ ബസിലിക്കയിൽ നടക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ദിനങ്ങൾ. അനേകായിരങ്ങൾ ദൈവത്തിൻ്റെ ഈ ഭവനത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഈ കാലഘട്ടം എല്ലാവർക്കും ദൈവാനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ സഹർഷം സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ജനുവരി 10, സ്ഥലം ആലപ്പുഴ ടൗണിലുള്ള മൗണ്ട് കാർമൽ കത്തീഡ്രൽ. അർത്തുങ്കൽ തിരുനാളിന് തുടക്കം കുറിക്കാൻ പവിത്രമായ പതാകയുമായി 22 കിലോമീറ്റർ അകലെയുള്ള അർത്തുങ്കലിലേക്കാണ് ഘോഷയാത്ര. അർത്തുങ്കൽ പള്ളി കാണാൻ വരുന്നു ഞങ്ങൾ, അറബിക്കടലോരം ചേർന്ന് വരുന്നു ഞങ്ങൾ, മതമൈത്രി കാത്തിടുന്ന മകരം പെരുന്നാളിൻ്റെ മഹത്വം മനസ്സിലാക്കി വരുന്നു ഞങ്ങൾ. അർത്തുങ്കൽ പള്ളി കാണാൻ വരുന്നു ഞങ്ങൾ, അറബിക്കടലോരം ചേർന്ന് വരുന്നു ഞങ്ങൾ, മതമൈത്രി കാത്തിടുന്ന മകരം പെരുന്നാളിൻ്റെ. ദേവാലയത്തിനുള്ളിലെ മുകൾ നിലയിൽ വിശുദ്ധ പത്രോസിന്റെ സഹോദരനായ വിശുദ്ധ അന്ത്രയോസ് ക്രൂശിക്കപ്പെട്ട എക്സാകൃതിയിലുള്ള കുരിശുമായി നിൽക്കുന്ന വലിയൊരു രൂപം കാണാം. വിശുദ്ധ അന്ത്രയോസിന്റെ നാമധേയത്തിലുള്ളതാണ് ഈ ദേവാലയം. എൻ്റെ പേര് സാബു. പാലായിൽ ലാലം ഇടവയിൽപ്പെട്ട ആളാണ് ഞാനൊരു അധ്യാപകനാണ്. ഈ പള്ളിയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും കൂടി ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. കഴിഞ്ഞ 16 വർഷമായി ഞങ്ങൾ പാലായിൽ നിന്നാണ് ഈ പള്ളിയിൽ ഉയർത്താനുള്ള കൊടി ഇവിടെ എത്തിക്കാറുള്ളത്. അതിനുശേഷം രൂപം എടുത്ത് വെക്കുന്ന അന്ന് മുതൽ 17-18 ദിവസത്തോളം ഞങ്ങളിവിടെ തുടർച്ചയായി വരികയും പുണ്യാളനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ എന്താവശ്യം ചോദിച്ചാലും നടത്തിത്തരുന്ന ഒരു പുണ്യാളൻ ഉണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. മനഃശാന്തിയും രോഗശാന്തിയും തേടി നാനാജാതി മതസ്ഥരായ ആയിരങ്ങളും വിശ്വാസികളായ 10,000ങ്ങളും അങ്ങനെ വൻ ജനാവലിയെ സാക്ഷ്യം നിർത്തി ഒരു കൊടിയേറ്റ് കർമ്മം ലോകത്തൊരിടത്തും കാണാൻ സാധിക്കില്ല. വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ള ഭക്തി തീവ്രതയാണ് ഇത്രയും മനുഷ്യർ ഇവിടേക്ക് എത്തിച്ചേരുവാനുള്ള പ്രധാന കാരണം. ചരിത്രപ്രസിദ്ധമായ അർത്തുങ്കൽ തിരുനാളിന് ആരംഭം കുറിച്ചുകൊണ്ട് വിശുദ്ധന്റെ പതാക ഉയരുന്നതിനോടൊപ്പം തന്നെ ഉയരുന്ന പ്രാർത്ഥനയുടെ അഭിഷേകം ഇവിടമാകെ വ്യാപരിക്കുന്നു. നീണ്ട 18 ദിവസം ഈ പതാക ഇവിടെ ഉയർന്നു നിൽക്കും. അത്ഭുതങ്ങളുടെ പെരുമഴ ചൊരിയാൻ പുണ്യവാളനും. കേരളദേശത്ത് വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ള ഭക്തിയും വണക്കവും രൂഢമൂലമാക്കാൻ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത പുണ്യഭൂമിയിലാണ് നാം ഇപ്പോൾ നിൽക്കുക. കേരളക്കരയിൽ മാത്രമല്ല
ദക്ഷിണേന്ത്യയിലുടനീളം അറിയപ്പെടുന്ന അർത്തുങ്കൽ എന്ന ഗ്രാമം ലോകപ്രസിദ്ധമാകാൻ ഇടയായത് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിലാണ്. 1575 ആണ്ടിൽ ഇറ്റലിയിലെ മിലാനിൽ ഉണ്ടായ സാംക്രമിക രോഗങ്ങളിൽ ഭയപ്പെട്ട ജനം അവരുടെ ഓർമ്മയിലേക്ക് എത്തിയത് 900 ആണ്ടുകൾക്ക് അപ്പുറം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥതയിൽ നടന്ന ഒരു അത്ഭുതത്തെക്കുറിച്ചായിരുന്നു. 1575 ഇറ്റലിയിലെ മിലാനിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ച കാലം. ഭയവിഹുലരായ മിലാനിലെ വിശ്വാസികൾ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപം മിലാൻ നഗരത്തിലൂടെ പ്രദക്ഷിണമായി കൊണ്ടു നടന്നു. വിശുദ്ധന്റെ രൂപം കടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം അത്ഭുത രോഗശാന്തി ലഭിക്കുന്നതായി കണ്ടു. അങ്ങനെ ഒരു മഹാനാശത്തിൽ നിന്നും ജനം രക്ഷപ്പെട്ടു. നന്ദി സൂചകമായി വിശുദ്ധന്റെ രൂപം കപ്പലിൽ ലോകം മുഴുവൻ തീർത്ഥാടനം നടത്താമെന്ന് നേർന്നു. കാലം കടന്നുപോകുന്നതിനനുസരിച്ച് മിലാനിലെ ജനം നേർച്ചയുടെ കാര്യം മറന്നു. അങ്ങനെ 22 വർഷങ്ങൾ കഴിഞ്ഞു. വർഷം 1598. മിലാനിൽ വീണ്ടും അതിരൂക്ഷമായ പകർച്ചവ്യാധി പടർന്നു പിടിച്ചു. അപ്പോഴാണ് തങ്ങൾ നടത്താതിരുന്ന ആ നേർച്ചയുടെ കാര്യത്തെപ്പറ്റി ജനങ്ങൾക്ക് ബോധോദയമുണ്ടായത്. എത്രയും പെട്ടെന്ന് വിശുദ്ധന്റെ രൂപവുമായി കപ്പലിൽ ലോകം മുഴുവൻ തീർത്ഥാടനം നടത്താൻ തീരുമാനിച്ചുറച്ചു. കുറച്ചു വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം ലോകം ചുറ്റിയുള്ള തീർത്ഥാടനം തുടങ്ങുന്ന ദിവസമെത്തി. ഏതൊരു കാറ്റിനെയും കോളിനെയും അതിജീവിക്കാൻ കരുത്തുള്ള ഒരു പായ് കപ്പൽ. അങ്ങനെ വിശ്വാസിയായ ഒരു കപ്പിത്താന്റെ നേതൃത്വത്തിൽ നാവികരോടൊപ്പം യാത്ര തുടങ്ങി. ചരിത്രം കുറിക്കാനൊരുങ്ങിയുള്ള ഒരു യാത്ര തന്നെയായിരുന്നു അത്. പ്രസന്നമായ കാലാവസ്ഥയുടെ മനോഹാരിതയിൽ സധൈര്യം അവർ ലോകം ചുറ്റിയുള്ള ആ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അപ്പോഴും കപ്പലിന്റെ ഉള്ളറയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അത്ഭുത തിരുസ്വരൂപം ഭദ്രമായി തന്നെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു തീരപ്രദേശത്തിന് സമാന്തരമായി കപ്പൽ യാത്ര തുടരുമ്പോഴായിരുന്നു പെട്ടെന്ന് പ്രകൃതിയിൽ മാറ്റം സംഭവിച്ചു തുടങ്ങിയത്. കടൽക്ഷോഭത്തിൽപ്പെട്ട പായ്ക്കപ്പൽ ആടി ഉലയാൻ തുടങ്ങി. ഭയന്നുറച്ച നാവികർ ഉള്ളുരുക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്നുണ്ടായ പ്രകൃതിയിലെ ഈ മാറ്റം ഏതോ ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതുപോലെ എല്ലാവർക്കും അനുഭവപ്പെട്ടു. കടൽക്ഷോഭത്തിൽപ്പെട്ട കപ്പൽ സ്ഥിതി ചെയ്തിരുന്ന ദിശയിലുള്ള കരയിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നുണ്ടായിരുന്നു. കപ്പൽ മുങ്ങാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ കപ്പിത്താൻ നാവികരോട് കപ്പൽ യാത്ര തൽക്കാലം നിർത്താൻ ആജ്ഞാപിച്ചു. ഇതേ സമയം ആ പ്രദേശത്തുണ്ടായിരുന്ന പള്ളി വികാരിക്ക് ഒരു സ്വപ്നമുണ്ടായി. കടലിൽ വിശുദ്ധന്റെ രൂപവുമായി മുന്നോട്ട് നീങ്ങാനാവാതെ ആടി ഉലയുന്ന ഒരു കപ്പലിനെ കുറിച്ചായിരുന്നു ആ സ്വപ്നം. ഏതാണ്ട് അതേ സമയം തന്നെയെന്ന് പറയാം. കരയിൽ ഒരു പള്ളിയുണ്ടെന്നും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപം അവിടെ എത്തിക്കാനായി കരയിലേക്ക് കപ്പൽ നീക്കണമെന്നും കപ്പിത്താനും സ്വപ്നത്തിൽ ദർശനമുണ്ടായി. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ കപ്പലിൽ ഭയപ്പാടോടെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കടൽ ശാന്തമായി. സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കപ്പിത്താൻ കരയിലേക്ക് കപ്പൽ പരമാവധി അടുപ്പിക്കാൻ നാവികരോട് പറഞ്ഞു. തങ്ങൾ എത്തിച്ചേർന്നത് കേരളക്കരയിലുള്ള അർത്തുങ്കൽ ദേശത്താണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. വിശുദ്ധൻ്റെ തിരുസ്വരൂപം കടൽ തീരത്ത് തന്നെ ഒരു കുരിശടി
ഉണ്ടാക്കി അതിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നു. 1647 ആണ്ടിൽ ജനുവരി മാസം 20 തീയതിയാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം സാഘോഷമായി അർത്തുങ്കലിൽ ഇന്ന് കാണുന്ന പഴയ ദേവാലയത്തിൽ പ്രത്യേകം തയ്യാറാക്കപ്പെട്ട വലതുഭാഗത്തുള്ള ചെറിയ അൾത്താരയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടത്. അക്കാലത്ത് നാട്ടിൽ പലപ്പോഴായി കോളറ, വസൂരി തുടങ്ങിയ പകർച്ചവ്യാധികൾ തുടരെ ഉണ്ടാകുമായിരുന്നു. വിശുദ്ധന്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചവർക്കെല്ലാം അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ചതോടെ അർത്തുങ്കൽ ദേവാലയത്തിലേക്ക് രോഗമുക്തി തേടിയെത്തുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വന്നു. ഇറ്റലിയിൽ നിന്നും വിശുദ്ധന്റെ ഈ അത്ഭുത തിരുസ്വരൂപം ഇവിടേക്ക് എത്തിച്ചതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് വിശ്വാസികൾ ഇവിടേക്ക് കടന്നു വന്നത്. തിരുസ്വരൂപം നേരിൽ കാണുന്ന മാത്രയിൽ സ്വർഗീയമായ ചൈതന്യം അനുഭവവേദ്യമാകുന്നുണ്ടായിരുന്നു. ഇറ്റലിയിൽ നിന്നും നമ്മെ തേടിയെത്തിയ നമ്മുടെ സ്വന്തം വിശുദ്ധൻ. വിശുദ്ധൻ്റെ തിരുസ്വരൂപം അർത്തുങ്കലിൽ എത്തിയത് മുതലാണ് അർത്തുങ്കൽ ലോകപ്രസിദ്ധമാകാൻ ഇടയായത്. നാനാജാതി മതസ്ഥര് വിശുദ്ധൻ്റെ സ്വർഗീയ മാധ്യസ്ഥം തേടി ഈ പുണ്യഭൂമിയിൽ അന്ന് മുതൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടിയാണ് അർത്തുങ്കൽ ലോകപ്രസിദ്ധമാകുന്നതും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം തേടി അനേകായിരങ്ങൾ ഈ പുണ്യഭൂമിയിലേക്ക് ഒഴുകിയെത്തിയതും. അർത്തുങ്കലിന്നൊരു പുണ്യഭൂമി, തീർത്ഥാടകർക്കൊരു ധന്യഭൂമി. അർത്തുങ്കലിന്നൊരു പുണ്യഭൂമി, തീർത്ഥാടകർക്കൊരു ധന്യഭൂമി. തിരമാല തഴുകുന്ന തീരത്തിലായി തിരിനീട്ടി നിൽക്കുന്ന ദേവാലയം. ആധിയും വ്യാധിയും നീക്കിടുവാൻ അവിടെ വിളങ്ങും വെളുത്തച്ഛനും. അർത്തുങ്കലിന്നൊരു പുണ്യഭൂമി, തീർത്ഥാടകർക്കൊരു ധന്യഭൂമി. തിരമാല തഴുകുന്ന തീരത്തിലായി തിരിനീട്ടി നിൽക്കുന്ന ദേവാലയം. ആധിയും വ്യാധിയും നീക്കിടുവാൻ അവിടെ വിളങ്ങും വെളുത്തച്ഛനും. അർത്തുങ്കലിന്നൊരു പുണ്യഭൂമി, തീർത്ഥാടകർക്കൊരു ധന്യഭൂമി. നമ്മളിപ്പോൾ നിൽക്കുന്നത് അർത്തുങ്കൽ ബസിലിക്കയുടെ ചരിത്രത്തിലെ മൂന്നാമത്തെ ദേവാലയമായ 1581 ആണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ദേവാലയത്തിൻ്റെ മദ്ബഹായുടെ മുമ്പിലാണ് നിൽക്കുക. ഈ മദ്ബഹായിൽ വെച്ചാണ് 1829 ആണ്ട് നവംബർ മാസം 29 തീയതി കേരളദേശത്തിൻ്റെ രണ്ടാമത്തെ വിശുദ്ധനായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടത്. അർത്തുങ്കൽ ബസിലിക്കായുടെ പള്ളിമേട 2.5 കൊല്ലക്കാലം കേരള സഭാ ചരിത്രത്തിൽ കേരളത്തിലെ അക്കാലത്തെ ഏക മെത്രാനായ സ്തബലിന മെത്രാൻ്റെ താമസ സ്ഥലമായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ തിരുപ്പട്ട കർമ്മം ഈ ദേവാലയത്തിൽ വെച്ച് നടക്കുവാൻ ഇടയായത്. വരാപ്പുഴ മെത്രാൻ, സ്തബലിനി മെത്രാൻ ഇവിടെ താമസിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു വിശുദ്ധ ചാവറ കുര്യാക്കോസ് അച്ഛൻ ഈ ദേവാലയത്തിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ചത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ധന്യതയാൽ ധന്യമാക്കപ്പെട്ട ഒരു പുണ്യഭൂമിയാണ് അർത്തുങ്കൽ ദേശം. തൂമഞ്ഞു പെയ്യുന്ന മകരമാസം,
കുളിരുന്ന തനുവിനും കനിവിൻ സുഖം. കടലോര മക്കൾക്കും കടലമ്മയ്ക്കും പൊരിയുന്ന വയറിനും തിരുനാൾ ദിനം. പൊരിയുന്ന വയറിനും തിരുനാൾ ദിനം. അർത്തുങ്കലിന്നൊരു പുണ്യഭൂമി, തീർത്ഥാടകർക്കൊരു ധന്യഭൂമി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ടി കെ പവിത്രൻ തിരുതേകാട്ട്, അർത്തുങ്കൽ പള്ളിയുടെ ഏറ്റവും അടുത്തു താമസിക്കുന്ന ഒരു പുരാതന ഈഴവ വൈദ്യ കുടുംബാംഗമാണ്. എൻ്റെ വിദ്യാഭ്യാസം അർത്തുങ്കൽ പള്ളി സ്കൂളിലാണ്. എന്നെ വിദ്യാലയത്തിൽ ചേർത്തതിന് ശേഷം എൻ്റെ പിതാവ് എന്നെ ആദരപൂർവ്വം അർത്തുങ്കൽ പള്ളി അൾത്താരയിലേക്ക് കൊണ്ടുവന്ന് എന്നെ കാണിച്ച ആ ഒരു കാഴ്ച എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ്. ക്രൂശിതനായ മിശിഹായുടെ രൂപം, ശരധാരിയായ വിശുദ്ധ സെബസ്ത്യാനോസ്, വ്യാകുലമാതാവിൻ്റെ എല്ലാ രൂപങ്ങളും എൻ്റെ കൊച്ചു ഹൃദയത്തിൽ എനിക്ക് വളരെയധികം എന്നെ വികാരാധീനനാക്കി. അന്ന് ആ ദേവാലയത്തിൽ നിന്നും എനിക്ക് കിട്ടിയ ആ ഒരു അനുഗ്രഹം എന്നും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആതുര സേവനത്തിൽ എനിക്കത് എന്നും നിഴലിച്ച് നിന്ന ഒരു മഹാശക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നും ആ ചൈതന്യം തന്നെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിൽ വെളുത്തച്ഛനായി അറിയുന്ന ആ വെളുത്തച്ഛൻ്റെ പ്രാർത്ഥന തന്നെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ മഹത്വത്തിനെല്ലാം കാരണമായിട്ടുള്ളത്. അത് ഈ അവസരത്തിൽ എനിക്ക് തുറന്നു പറയാൻ യാതൊരു മടിയുമില്ല. അർത്തുങ്കൽ പള്ളിയുടെ ചരിത്രത്തിൽ 1584 ചുമതലയേറ്റ ഫിനീഷ്യോ അച്ഛൻ അർത്തുങ്കൽ ബസിലിക്കയുടെ ചരിത്രത്തിലെ ഒരു മഹാപുണ്യം ആണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നീണ്ട 33 കൊല്ലക്കാലം അദ്ദേഹം ഇവിടെ വികാരിയായിരുന്നു. അർത്തുങ്കലിൻ്റെ അപ്പോസ്തലൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ഇറ്റലിക്കാരനായ ഒരു ഈശോ സഭാ വൈദികനായിരുന്നു. നന്നേ ചെറുപ്പത്തിലെ മിഷണറി പ്രവർത്തനങ്ങൾക്കായി ഭാരതത്തിലേക്ക് തിരിച്ച അദ്ദേഹം നമ്മുടെ സംസ്കാരത്തിൻ്റെ എല്ലാ മേഖലകളും അദ്ദേഹം നന്നായി അപഗ്രഥിക്കുകയും പഠിക്കുകയുമൊക്കെ ചെയ്ത മനുഷ്യനാണ്. ആയോധന കലകളോടും ഇവിടുത്തെ സംസ്കാരത്തോടും കലാപരമായ എല്ലാ കാര്യങ്ങളോടും അടങ്ങാത്ത അഭിനിവേശവും ആഭിമുഖ്യവും ഉണ്ടായിരുന്ന അദ്ദേഹം അർത്തുങ്കലിനടുത്തുള്ള മുഹമ്മയിലെ ചിരപ്പഞ്ചിറയിലെ കളരിപ്പയറ്റ് കേന്ദ്രത്തിലെ കളരി അഭ്യാസത്തിന് പോകാൻ ഇടയായി. അവിടെ വെച്ചാണ് അദ്ദേഹം ഇന്ന് ശബരിമല ശാസ്താവെന്ന് അറിയപ്പെടുന്ന പന്തള രാജാവിൻ്റെ വളർത്തുമകനായ മണികണ്ഠനുമായി പരിചയപ്പെടുന്നതും സൗഹൃദത്തിലാകുന്നതും. തികവുറ്റ ആത്മാർത്ഥതയുള്ള മിത്രങ്ങളായി അവർ തീരുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഫിനീഷ്യോ അച്ഛൻ്റെ സന്യാസ ജീവിതമാണ് മണികണ്ഠൻ എന്ന മനുഷ്യനെ വനവാസത്തിനും സന്യാസത്തിനുമൊക്കെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. മണികണ്ഠൻ അദ്ദേഹത്തെ വെളുത്തച്ഛൻ എന്ന് വിളിച്ചിരുന്നു. ഈ നാട്ടുകാരും ഫിനീഷ്യോ അച്ഛനെ വെളുത്തച്ഛൻ എന്നാണ് വിളിച്ചിരുന്നത്. ശബരിമല ശാസ്താവുമായി അർത്തുങ്കൽ പള്ളിക്ക് ചിരപുരാതന കാലം മുതലേ ബന്ധമുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ശബരിമല ശാസ്താവ് തൻ്റെ അനുയായികളോട് എന്നും ഉപദേശിച്ചിരുന്നു, എന്നെ കാണാൻ ശബരിമലയിലെത്തുന്നവർ അർത്തുങ്കൽ പോയി എൻ്റെ സഹോദരനായ വെളുത്തച്ഛനെയും കാണണമെന്ന നിർദ്ദേശവും ഉപദേശവുമാണ് അനേകം ശബരിമല തീർത്ഥാടകരെ അർത്തുങ്കൽ ബസിലിക്കയിലേക്ക് ആകർഷിക്കുന്നത്. ഇന്ന് ഹൈന്ദവ സഹോദരങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യൻ സഹോദരന്മാരും ക്രിസ്തീയ വിശ്വാസികളും അർത്തുങ്കൽ പുണ്യവാളനെ വെളുത്തച്ഛൻ എന്നാണ് വിളിക്കുന്നത്. ലോകത്ത് മറ്റൊരിടത്തും പുണ്യവാൻ വെളുത്തച്ഛൻ എന്ന പേരിൽ അറിയപ്പെടുന്നില്ല. അപ്രകാരം അറിയപ്പെടാൻ കാരണക്കാരൻ ഈ ദേവാലയത്തിലെ രണ്ടാമത്തെ വികാരിയായിരുന്ന ഫിനീഷ്യോ അച്ഛനാണ്. അദ്ദേഹത്തെ ജനം വിളിച്ചിരുന്ന ആ പേരാണ് പിൽക്കാലത്ത് ശബരിമലയിലെ തീർത്ഥാടകരും ക്രൈസ്തവ വിശ്വാസികളും ചേർന്ന് അർത്തുങ്കൽ പുണ്യവാളനെ
വെളുത്തച്ഛനെന്ന് വിളിക്കുകയായിരുന്നു. അർത്തുങ്കൽ പള്ളിയിലെ പെരുന്നാൾ ദിനമായ ജനുവരി മാസം 20-ാം തീയതി 4 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധൻ്റെ തിരുസ്വരൂപം മിലാനിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട് ആദ്യമായി പ്രതിഷ്ഠിച്ചു വെച്ച കടപ്പുറത്തെ കുരിശടിയിലേക്ക് പ്രദക്ഷിണമായി പോകാൻ ദേവാലയത്തിൽ നിന്ന് എടുക്കുമ്പോൾ മനുഷ്യരെല്ലാവരും ഭക്തിപാരവശ്യത്തിൽ വെളുത്തച്ചോ എന്നുള്ള ആ നീട്ടിവിളി എല്ലാ മനസ്സുകളെയും ഒരുപാട് ചലിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിസ്മയകരമായ സംഭവം തന്നെയാണ്. പൂർവ്വപിതാക്കന്മാർ ചോദിച്ചു എന്താണ് ഇവിടെ വന്നിങ്ങനെ മാല ഊരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇത് അർത്തുങ്കൽ വെളുത്തച്ഛനും അയ്യപ്പനും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിൻ്റെ ഒരു കാരണമാണ് ഇവിടെ വന്ന് മാല ഊരുന്നത്. എന്നെ കാണാൻ വരുന്നവർ എൻ്റെ വെളുത്തച്ഛനെ കൂടെ കാണണം എന്ന് പറഞ്ഞ ആ വചനം സാഫല്യമാക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് ഞങ്ങൾ മാല ഊരുന്നത്. ആ കാഴ്ച എന്നെ വളരെയധികം ആകർഷിക്കുകയും എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു പുതിയ പരിവർത്തനത്തിന് കാരണമാക്കുകയും ചെയ്തു. ജാതിയും ജ്യോതിസ്സു തിരയുകില്ല, കരയാത്ത കണ്ണിനും കണിദർശനം. ജാതിയും ജ്യോതിസ്സു തിരയുകില്ല, കരയാത്ത കണ്ണിനും കണിദർശനം. കനിവോടെ തേടുന്ന കഥനഹൃത്തിൽ കടലായി ദാനം ചൊരിഞ്ഞിടുന്നു. അർത്തുങ്കലിന്നൊരു പുണ്യഭൂമി, തീർത്ഥാടകർക്കൊരു ധന്യഭൂമി. അർത്തുങ്കലിന്നൊരു പുണ്യഭൂമി, തീർത്ഥാടകർക്കൊരു ധന്യഭൂമി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അർത്തുങ്കൽ ബസിലിക്കയുടെ തിരുനാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രധാന സംഭവങ്ങളിൽ ഒരെണ്ണമാണ് എല്ലാ വർഷവും ജനുവരി മാസം 18-ാം തീയതി രാവിലെ 5 മണിക്കുള്ള നടന്നുറക്കൽ ചടങ്ങ്. അന്നാണ് വർഷത്തിലൊരിക്കൽ ആദ്യമായി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അത്ഭുത തിരുസ്വരൂപം ജനാവലിക്ക് വേണ്ടി അവർക്ക് കാഴ്ചയ്ക്കും വണക്കത്തിനുമായി തുറന്നു കൊടുക്കുക. അൾത്താരയിൽ ഇപ്പോൾ പ്രതിഷ്ഠിക്കപ്പെട്ടുള്ള വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ പിന്നിലെ ശക്തമായ ഒരു പാരമ്പര്യവും ഐതിഹ്യവുമുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അത്ഭുത തിരുസ്വരൂപം മിനാലിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവിചാരിതമായി ഒരു കാർപ്പൻ്ററും അദ്ദേഹത്തിൻ്റെ ബാലനായ മകനും ദേവാലയത്തിലെത്തുകൊണ്ടായി. താനൊരു വിദഗ്ധനായ കൊത്തുപണിക്കാരനാണെന്ന് വികാരിയച്ഛനോട് പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അൾത്താരയിലുള്ള വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ അതേ മാതൃകയിൽ മറ്റൊരെണ്ണം നിർമ്മിച്ച് നൽകാമോ എന്നാവശ്യപ്പെട്ടപ്പോൾ സന്തോഷത്തോടെ ആ കൃത്യം താൻ നിർവഹിക്കാം എന്ന് ഏറ്റെടുക്കുകയും വളരെ വേഗത്തിൽ 2-3 മാസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. ആ സ്റ്റാച്യുവിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ വിദഗ്ധനായ ആ ശില്പിയും ബാലനായ 12 വയസ്സ് തോന്നിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകനും എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി എന്ന് പിന്നീട് ആർക്കും അറിയില്ല. താൻ ചെയ്ത പ്രവൃത്തിയുടെ വേതനം കൂലി പോലും കൈപ്പറ്റാതെ അപ്രത്യക്ഷനായ ആ മനുഷ്യൻ നസ്രത്തിലെ പിതാവായ യൗസേപ്പ് പിതാവാണെന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാലനായ യേശുവാണെന്നും അക്കാലം മുതൽ ജനാവലിയുടെ ഇടയിൽ പരക്കെ വിശ്വസിക്കപ്പെട്ടു പോന്നു. സത്യം എന്തായാലും ഇന്നും ആ ഒരു സത്യം അഭൗമികമായി എല്ലാവരുടെയും മുമ്പിൽ നിലകൊള്ളുകയാണ്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അത്ഭുത തിരുസ്വരൂപം ഏതാനും ദിവസങ്ങൾ മാത്രം ജനങ്ങൾക്ക് കാണുവാനായി തുറന്നു കൊടുക്കുമ്പോൾ
നിരന്തരം അൾത്താരയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഈ തിരുസ്വരൂപത്തിൻ്റെ നടയിൽ അനേകായിരങ്ങൾ വന്ന് പ്രാർത്ഥിക്കുകയും ഒരുപാട് അത്ഭുതങ്ങളും ദൈവിക ഇടപെടലും അവർ അനുഭവിക്കുകയുമാണ്. മറ്റൊരു അത്ഭുത പ്രതിഭാസം എന്നത് ഈ രണ്ട് സ്റ്റാച്യുവും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ദൈവികമായ എന്തൊക്കെയോ സത്യങ്ങളെല്ലാം ഈ അഭൗമികമായ സംഭവങ്ങളുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്നുവെന്ന് എല്ലാ ജനവും വിശ്വസിക്കുന്നു. സെബസ്ത്യാനോസ് പുണ്യവാളൻ ആരായിരുന്നു? എങ്ങനെയായിരുന്നിരിക്കണം വിശുദ്ധനായത്? ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ നിന്ന് തിരിച്ചു പോകാം ഇറ്റലിയിലേക്ക് തന്നെ. AD 284 വിശുദ്ധൻ പിതാവിൻ്റെ നാടായ നർബോനിലാണ് ജനിച്ചതെങ്കിലും അമ്മയുടെ നാടായ മിലാനിലാണ് വളർന്നത്. സെബസ്ത്യാനോസ് റോമൻ സൈന്യത്തിലെ ഒരു വീരയോദ്ധാവായിരുന്നു. ഒരു നല്ല ക്രിസ്ത്യാനിയായി വളർന്ന സെബസ്ത്യാനോസ് ഏതെങ്കിലും രീതിയിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ സദാ സന്നദ്ധനായിരുന്നു. ക്രിസ്ത്യാനിയാണെന്നതിൻ്റെ പേരിൽ തടവറയിൽ കഴിഞ്ഞിരുന്നവരോടും പ്രത്യേകമായ താൽപ്പര്യം കാണിച്ചിരുന്നു. രഹസ്യമായി അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു. ഡയോക്ലീഷ്യൻ ചക്രവർത്തി ക്രിസ്ത്യാനികളെ അതിയായി പീഡിപ്പിച്ചിരുന്ന റോമൻ ഭരണാധികാരി. ക്രിസ്തുവിനെ തള്ളിപ്പറയാനും റോമൻ ദേവന് ബലിയർപ്പിച്ച് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും ക്രിസ്ത്യാനികളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അല്ലാത്തവരെ അതിക്രൂരമായി വധിച്ചിരുന്നു. ഡയോക്ലീഷ്യൻ ചക്രവർത്തി വീരയോദ്ധാവായ സെബസ്ത്യാനോസിന്റെ ധീരതയിൽ ആകൃഷ്ടനായി അദ്ദേഹത്തെ തന്റെ അംഗരക്ഷക സേനയുടെ സൈന്യാധിപനായി നിയമിച്ചു. അന്നേരവും തന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നു. ദൈവകൃപ അനർഗളമായി സെബസ്ത്യാനോസിലൂടെ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ധൈര്യപൂർവ്വം പലരെയും അദ്ദേഹം ക്രിസ്തുവിനു വേണ്ടി നേടിക്കൊണ്ടേയിരുന്നു. സെബസ്ത്യാനോസ് ഒരു ക്രിസ്ത്യാനിയാണെന്നും അദ്ദേഹം പട്ടാളക്കാരുടെ ഇടയിലും ജയിലിലും ക്രിസ്തുവിശ്വാസം പ്രചരിപ്പിക്കുകയും ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നറിഞ്ഞ ഡയോക്ലീഷ്യൻ ചക്രവർത്തി സെബസ്ത്യാനോസിനോട് ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് തന്റെ ദേവന്മാരെ ആരാധിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ചക്രവർത്തിയോട് ക്രിസ്തുവിശ്വാസിയാകാനാണ് അദ്ദേഹം ഉപദേശിച്ചത്. ഇത് കേട്ട ഡയോക്ലീഷ്യൻ ചക്രവർത്തി സെബസ്ത്യാനോസിനെ കൈകാലുകൾ ബന്ധിച്ച് അമ്പെയ്ത് കൊല്ലുവാൻ ഉത്തരവിട്ടു. സെബസ്ത്യാനോസിനെ സൈനികർ ബന്ധനസ്ഥനാക്കി പട്ടണത്തിന് വെളിയിൽ ഒരു മരത്തിൽ കെട്ടിയിട്ടു. ക്രിസ്തു സഹിച്ച പീഡാസഹനത്തെ സെബസ്ത്യാനോസ് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മരിക്കാൻ തയ്യാറായി തന്നെ നിന്നു. ചക്രവർത്തിയുടെ കിങ്കരന്മാർ ദേഹമാസകലം അസ്ത്രങ്ങൾ എയ്തു തുടങ്ങി. ശരീരം പരുന്തിനും കഴുകനും കൊത്തിത്തിന്നാൻ ഉപേക്ഷിച്ചു. പക്ഷേ പക്ഷികൾ ശരീരത്തിന് കാവൽ നിൽക്കുകയാണ് ചെയ്തത്. കാര്യങ്ങൾ അവിടം കൊണ്ട് അവസാനിച്ചില്ല. രക്തം വാർന്നു കിടന്ന സെബസ്ത്യാനോസിനെ ഐറിൻ എന്ന സ്ത്രീ കാണുകയും ശുശ്രൂഷിച്ച് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ജീവനോടെ തിരികെ വന്ന സെബസ്ത്യാനോസിനെ കണ്ട് അത്ഭുതസ്തബ്ധനായ ചക്രവർത്തിയോട് സെബസ്ത്യാനോസ് ഇങ്ങനെ പറഞ്ഞു: ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിനെതിരെ അങ്ങയോട് സംസാരിക്കാൻ എൻ്റെ നാഥൻ എൻ്റെ ജീവൻ സംരക്ഷിച്ച് വീണ്ടും അങ്ങേ പക്കൽ അയച്ചിരിക്കുകയാണ്. ക്രുദ്ധനായ ചക്രവർത്തി സെബസ്ത്യാനോസിനെ ഗദ കൊണ്ടടിച്ചു കൊല്ലാൻ ആജ്ഞാപിച്ചു. ആപ്പിയൻ റോഡിലുള്ള പുരാതന ഭൂഗർഭ ശ്മശാനത്തിൽ അപ്പസ്തോലന്മാരുടെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിട്ടുള്ള അറയ്ക്ക് സമീപം അടക്കം ചെയ്തു. ഇന്നവിടം
ഒരു ബസലിക്കയാണ്. അമ്പിനെ അതിജീവിച്ച പുണ്യാളൻ ഇന്ന് അത്ഭുത രോഗസൗഖ്യങ്ങളുടെ വിശുദ്ധൻ, അത്ലറ്റുകളുടെ സ്വർഗീയ രക്ഷാധികാരി, വില്ലാളികളുടെ രക്ഷാധികാരി എന്നിങ്ങനെ ലോകത്ത് അറിയപ്പെടുന്നു. അർത്തുങ്കൽ ബസിലിക്കയിലെ പ്രധാന നേർച്ച അമ്പും വില്ലും സമർപ്പിക്കുന്ന ആ പുണ്യകൃത്യമാണ്. അമ്പും വില്ലും സമർപ്പണത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവും നമുക്കറിവുള്ളതാണ്. ആദിമ നൂറ്റാണ്ടുകളിൽ തന്നെ റോമിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചപ്പോൾ വിശ്വാസികൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ശരീരത്തിന്മേൽ തറച്ച അമ്പ് വീടുകളിലും നഗരങ്ങളിലും ഭക്തിപൂർവ്വം എഴുന്നള്ളിക്കുകയും അത്ഭുതകരമായ രോഗശാന്തിയും വിടുതലും അവർ നേടുകയുണ്ടായി. അക്കാലം മുതൽ തന്നെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമത്തിൽ അമ്പും വില്ലും നേർച്ച സമർപ്പിക്കുന്ന പതിവ് ആഗോള സഭയിൽ നിലവിൽ വരികയായിരുന്നു. പ്രത്യേകിച്ച് അർത്തുങ്കൽ വിശുദ്ധൻ വളർന്നു വന്ന പുണ്യസ്ഥലമായ മിലാൻ നഗരത്തിൽ നിന്ന് തന്നെയാണ് വിശുദ്ധൻ്റെ തിരുസ്വരൂപം ഈ ദേവാലയത്തിൽ എത്തിച്ചേർന്നത്. ആയതിനാൽ തന്നെ ഇവിടുത്തെ പ്രധാന നേർച്ചയും അമ്പും വില്ലും സമർപ്പണമായി മാറുകയായിരുന്നു. അമ്പും വില്ലും സമർപ്പണത്തിലൂടെ വിവിധങ്ങളായ അനുഗ്രഹങ്ങൾക്കായി ഇന്ന് അനേകായിരങ്ങളാണ് ഈ പുണ്യവാനെ തേടി അർത്തുങ്കലിലേക്ക് എത്തിച്ചേരുന്നത്. ഇത് അമ്പ് സമർപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന 2 പ്രാർത്ഥനകളാണ്. ഇത് ചെയ്യുന്ന വിധവും, ഈ ആദ്യത്തെ പ്രാർത്ഥന നമ്മൾ പള്ളിയുടെ ഈ പ്രധാന വാതിക്കൽ പുറത്തുനിന്ന് ചൊല്ലും. അമ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് വിശുദ്ധനിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും നമ്മളുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പള്ളിയുടെ ചുറ്റിലും ഒരു പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കും. പിന്നെ ഈ പള്ളിയുടെ അകത്ത് കയറി രൂപത്തിൻ്റെ മുൻപിൽ ഈ അവസാനത്തെ പ്രാർത്ഥന, നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം കഴിയുമ്പോൾ അവിടെ അമ്പും വില്ലും സമർപ്പണം എന്നുള്ള പെട്ടിയിലേക്ക് നമ്മളുടെ നിയോഗങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് അതിനുള്ളിലേക്ക് സമർപ്പിക്കണം. അമ്പും വില്ലും കൈകളിലേന്തി നിൽപ്പൂ നിൻ സന്നിധേ, നിൽപ്പൂ നിൻ സന്നിധേ. അമ്പും വില്ലും കൈകളിലേന്തി നിൽപ്പൂ നിൻ സന്നിധേ, നിൽപ്പൂ നിൻ സന്നിധേ. നേർച്ചയായി സ്വീകരിക്കൂ പുണ്യവാനേ, അനുഗ്രഹം ഞങ്ങൾക്കിന്നേകിടണേ. നേർച്ചയായി സ്വീകരിക്കൂ പുണ്യവാനേ, അനുഗ്രഹം ഞങ്ങൾക്കിന്നേകിടണേ. അനുഗ്രഹം ഞങ്ങൾക്കിന്നേകിടണേ. അമ്പും വില്ലും കൈകളിലേന്തി നിൽപ്പൂ നിൻ സന്നിധേ, നിൽപ്പൂ നിൻ സന്നിധേ. ഇദ്ദേഹം ശ്രീ അമൽ ഫ്രാൻസിസ്, എറണാകുളം പിഴല സ്വദേശിയാണ്. അർത്തുങ്കൽ ബസിലിക്കയുടെ പുനരുദ്ധാരണത്തിന് ദൈവം നിയോഗിച്ചയച്ച ഭാഗ്യപ്പെട്ട ഒരു ശില്പി എന്ന് തന്നെ പറയാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം 30 വയസ്സ് പോലും തികയാത്ത ഈ യുവാവിനെ ദൈവം അർത്തുങ്കൽ ബസിലിക്കയുടെ പുനരുദ്ധാരണത്തിനായി ഈ ലോകത്തിലേക്ക് തന്നെ നിയോഗിച്ചയച്ചു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നീട് അമൽ എന്നോട് പറഞ്ഞിരുന്നു, അച്ഛാ, ഞാൻ ചെറുപ്പത്തിൽ ഈ ദേവാലയത്തിൽ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ഈ ദേവാലയത്തിൻ്റെ പുറം മഹത്വവും തേജസ്സും ഒന്നും കർത്താവിൻ്റെ ആലയത്തിൻ്റെ ഉള്ളിലോ മദ്ബഹയിലോ ഇല്ല. ഇതൊന്ന് പുനരുദ്ധരിക്കാനുള്ള ജോലി എന്നെ ഏൽപ്പിച്ചാൽ അതൊരു വലിയ അനുഗ്രഹമായേനെ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു എന്ന് എന്നോടൊരിക്കൽ അമൽ പറയുകയുണ്ടായി.
അമൽ ആഗ്രഹിച്ചതുപോലെ ദൈവം ആ ദൗത്യം അമലിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ദേവാലയം നേരിൽ കാണുമ്പോൾ സ്വർഗീയമായ അനുഭൂതി നമ്മുടെ ഉള്ളിൽ നിറയും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ അതിമനോഹരമായ റോസറി ഗാർഡനും ദേവാലയത്തിൻ്റെ മുൻവശങ്ങളിൽ കാണാം. നമ്മുടെ ഒരു ചെറിയ പ്രാർത്ഥന പോലും ദൈവം കേൾക്കാതിരിക്കുന്നില്ല. എൻ്റെ പേര് തോമസ്, എൻ്റെ ഭാര്യയുടെ പേര് സൂസമ്മ, കുഞ്ഞിൻ്റെ പേര് മാർട്ടിൻ. ഞങ്ങളുടെ വിവാഹം 1994 ആയിരുന്നു. എല്ലാവരും തീരുമാനിക്കുന്നത് പോലെ ഞങ്ങളും ഒരു തീരുമാനമെടുത്തു. ആദ്യത്തെ കുഞ്ഞ് ഉടനെ വേണ്ട എന്നുള്ളൊരു തീരുമാനം. ആ തീരുമാനം ദൈവത്തിന് മുമ്പിൽ ഒരു തെറ്റായിപ്പോയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കാര്യം നീണ്ട 16 വർഷം പിന്നെ ഞങ്ങൾ കാത്തിരിക്കേണ്ടി വന്ന ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. 16 വർഷത്തിനുള്ളിൽ അതിന് 4 പ്രാവശ്യം എൻ്റെ ഭാര്യ ഗർഭിണിയായെങ്കിലും അതെല്ലാം അബോർഷനായി പോവുകയും ട്യൂബൽ പ്രഗ്നൻസി ആയി പോവുകയൊക്കെ ചെയ്തു. പിന്നെ ഒത്തിരി ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തിയെങ്കിലും ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിച്ചില്ല. അവസാനത്തെ ട്രീറ്റ്മെൻറ്റായിട്ട് അടൂരിലെ പാപ്പച്ചൻ ഡോക്ടറിൻ്റെ സമീപിക്കുകയും അവിടെ വെച്ച് ഞങ്ങൾക്ക് 2009 എൻ്റെ ഭാര്യ ഗർഭിണിയാകുകയും ചെയ്തു. അപ്പോൾ സ്കാനിങ്ങിൽ 2 കുട്ടികളാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഞാനിവിടെ പെരുന്നാളിൻ്റെ 10-ാം തീയതി ഇവിടെ വന്നു. 13-ാം തീയതി ഞങ്ങൾക്ക് രാത്രിയായപ്പോഴത്തേന് ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നു, സൂസമ്മയ്ക്ക് വീണ്ടും ബ്ലീഡിങ് ആയി, അബോർഷനാണ് കണ്ടീഷനാണെന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ ഈ ഫോണും എടുത്തുകൊണ്ട് ഞാൻ പുറത്ത് വന്ന് നിന്നപ്പോൾ എനിക്ക് പുണ്യാളൻ്റെ കൊടിമരം കാണാമായിരുന്നു. ഞാൻ അവിടെ നിന്ന് പുണ്യാളനോട് പ്രാർത്ഥിച്ചു, പുണ്യാള എനിക്കൊരു കുഞ്ഞിനെങ്കിലും തരുന്ന എന്നെ അനുഗ്രഹിക്കണം, എല്ലാ മകരം പെരുന്നാളിനും ആ കൊടിയുടെ പൈസ ഞാൻ അവിടെ ഏൽപ്പിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോഴാണ് അറിയുന്നത് 2 കുഞ്ഞിൽ ഒരെണ്ണം അബോർഷനായി പോയി, ഒരു കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾക്ക് 2010 ജൂൺ മാസം 3-ാം തീയതി ഇവന് ജനിച്ചു. പുണ്യാളൻ്റെ ഈ അനുഗ്രഹമാണ് ഞങ്ങളുടെ ഈ കുഞ്ഞ്. മാർട്ടിൻ എന്നാണ് എൻ്റെ പേര്. എൻ്റെ പേര് പ്രവീൺ. കോതമംഗലം രൂപതയിലെ കതിലിക്കാട് ഇടവകയിൽപ്പെട്ട ഒരു മതാധ്യാപകനാണ് ഞാൻ. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവുമായ ഈ സഭയിൽ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ പുണ്യവാന്മാരുടെ ഒരുപാടിലും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു എളിയ വിശ്വാസിയായ ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായൊരു അനുഭവം സാക്ഷ്യപ്പെടുത്തി നിർത്തുന്നു. എനിക്ക് വലിയൊരു വീഴ്ചയുടെ ഭാഗമായി എൻ്റെ നട്ടലിൻ്റെ സൈഡിൽ വലത് ഈ എളി ഭാഗത്തായിട്ട് ഒരു പ്രഹരമുണ്ടാകുകയും വലിയൊരു മുഴ അവിടെ രൂപപ്പെടുകയും ചെയ്തു. ഞാൻ കുമ്പസാരിച്ചൊരുങ്ങി ദേവാലയത്തിൽ പോയി ഭവനത്തിൽ വന്ന് വിശുദ്ധൻ്റെ കഴുന്ന് എൻ്റെ ഭവനത്തിലുള്ളത് സ്പർശിച്ച് പ്രാർത്ഥിച്ച നിമിഷം ആ മുഴ അപ്രത്യക്ഷമായി പോവുകയും ഏത് വശത്താണ് പ്രഹരമേറ്റതെന്ന് പോലും എനിക്കറിയാനാവാത്ത വിധം അത്ര അത്ഭുതകരമായ സൗഖ്യം ഈ വിശുദ്ധൻ എനിക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. ഇന്നും എത്ര കാര്യങ്ങൾ, എന്ത് കാര്യങ്ങൾ ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥ ചോദിച്ചുവോ ആ നിമിഷങ്ങളിലെല്ലാം വലിയ ദൈവിക ഇടപെടൽ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ആ മേഖലകളിലെല്ലാം അനുഭവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇത് യേശുനാമത്തിൽ ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥം വഴി ലഭിച്ചതാണെന്ന് ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. സ്വന്തം ജീവനേക്കാളും ക്രിസ്തുവിന് വില നൽകിയ ഒരു ധീരനായ വിശുദ്ധനെയാണ് നമ്മുടെ ഈ കേരളക്കരയ്ക്ക് സമ്മാനമായി സ്വർഗം നൽകിയത്. തീർച്ചയായും ഈ പുണ്യവാനിലൂടെ ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥനയാകുന്ന വാടാമലരുകൾ തിരുസവിധത്തിൽ സമർപ്പിക്കാം. സഹനം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ സുരക്ഷിതമാക്കുവിനെന്ന് പറഞ്ഞ ദിവ്യഗുരുവിൻ്റെ കാലടിപ്പാടുകളെ അടുത്തനുയാത്ര ചെയ്ത പുണ്യവാനെ പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളും കുരിശുകളും ഉത്തരവാദിത്വങ്ങളും കഷ്ടതകളുമാകുന്ന സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പുണ്യവാൻ്റെ തിരുനാൾ അർത്ഥപൂർണമാക്കാം. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ മുറിപ്പാടുകളും അദ്ദേഹത്തിൻ്റെ സഹനശക്തിയും നോക്കിക്കണ്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ കുരിശിലെ പാടുപീടുകളുടെ കുറവ് ഞാൻ എൻ്റെ സഹനം കൊണ്ടും എൻ്റെ ജീവിതക്ലേശങ്ങൾ കൊണ്ടും നികത്തുന്നു എന്ന് പ്രഖ്യാപിച്ച പൗലോസിനെ പോലെ നമുക്ക് നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെക്കാം. വിശ്വാസ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പുണ്യമാതൃക നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ ഈ ഭവനാങ്കണത്തിൽ പ്രാർത്ഥനയുടെ കൂപ്പുകരങ്ങളുമായി ഓടിയണയുന്ന എല്ലാവരും വിശുദ്ധൻ്റെ മധ്യസ്ഥതയാലും പ്രാർത്ഥനയാലും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ സംപ്രാപിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പുണ്യവാൻ്റെ തിരുനാളിൻ്റെ മംഗളാശംസകൾ സ്നേഹപുരസ്സരം നേരുന്നു. വിശുദ്ധ സെബസ്ത്യാനോസെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
മുറിവുകളേറ്റു പിടയുമ്പോഴും യേശുവിൻ നാമം പ്രകീർത്തിച്ച പുണ്യവാനെ, ആശ്വാസം തേടി അണയും ഭക്തരിൽ ആത്മീയ സന്തോഷം പകർന്നിടും സെബസ്ത്യാനോസ്. ആദിയും വ്യാധിയും പാടയകറ്റുവാൻ അർത്തുങ്കൽ വാഴും പുണ്യവാനേ, അർത്തുങ്കൽ വാഴും പുണ്യവാനേ. അമ്പും വില്ലും കൈകളിലേന്തി നിൽപ്പൂ നിൻ സന്നിധേ, നിൽപ്പൂ നിൻ സന്നിധേ.